ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടോക്സ് ആസ്നൽ. നമുക്കിപ്പം ഇന്ന് ആസ്നൽ വേഴ്സസ് PSG ഫസ്റ്റ് ലെഗ് ഹോം മാച്ചിന്റെ ഒരു റിവ്യൂ ആയിട്ട് വരാം. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ആസ്നലിന്റെ ആ 1-0 ലോസിനുള്ള ഡിസ്കഷനാണ്. ബേസിക്കലി ആ കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആസ്നൽ പ്ലേയേഴ്സ് ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഒരു പ്ലെയറിന് പോലും ഒരു എന്താ അവരുടെ ടെക്നിക്കാലിറ്റിയും അവരുടെ ഒരു ഗെയിം ടാക്ടിക്സിനെ മറികടക്കാൻ പറ്റിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വേ ടു ഡിഫിക്കൾട്ട് ഫോർ ആസ്നൽ, എസ്പെഷ്യലി ആദ്യത്തെ 20 മിനിറ്റ് 25 മിനിറ്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഫുൾ ടൈം അവരുടെ കയ്യിൽ ബോളും ദേവർ അറ്റാക്കിങ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തേർഡ് മിനിറ്റിൽ കൺസീഡ് ചെയ്ത ഗോളും. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഗെയിമിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഇത് 1-0 നിന്നത് തന്നെ അത്ഭുതമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് അമ്മാതിരി ചാൻസസ് ഉണ്ടായി. ദേ ഡിഡ്ന്റ് ടേക്ക് ദെയർ ചാൻസസ് എന്ന് പറയാം. ദേ കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ ടൈ ഓൺ എമിറേറ്റ്സ് സോയിൽ ഇറ്റ്സെൽഫ്. അപ്പം അവിടെ തന്നെ തീർക്കാമായിരുന്നു. അൺലക്കി ഫോർ ദം ആൻഡ് ലക്കിലി ഫോർ അസ് അതൊരു 1-0 ആയിട്ട് തന്നെ നിന്നു. കമ്മിങ് ടു ഈച്ച് ആൻഡ് എവറി പ്ലെയർ, റായ ആണെങ്കിലും ഇനീഷ്യലി നമ്മൾ ബാക്കിൽ നിന്ന് കുറെ പാസ് ഇട്ട് കളിക്കാൻ നോക്കി. കുറെ ഷേക്കി പാസസുകൾ ഉണ്ടായിരുന്നു. സലീബ വാസ് ഷേക്കി ഇൻ ദ ബിഗിനിങ്. കുറെയൊക്കെ നല്ല ജഡ്ജ്മെന്റൽ ഡിസിഷൻസ് ഓഫ് ഡിഫെൻഡിങ് ഉണ്ടായെങ്കിൽ പോലും ഈ പറയുന്ന കുറെ മിസ്റ്റേക്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കിവിയോർ വാസ് ഫൈൻ. ടിംബർ ഒരു ലോഡ് മിസ്റ്റേക്സ് ആ ഗെയിമിലുണ്ടായി. ആവശ്യമില്ലാത്ത ടാക്കിൾസ്. ബട്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് റെഡ് കാർഡൊന്നും ഇല്ലാണ്ട് പോയതുകൊണ്ട് ഇറ്റ് ഈസ് ഫൈൻ. ആ സൈഡിൽ നിന്ന് അറ്റാക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. PSG-യുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സോളിഡ് ആയിരുന്നു. ദേ വർ ലൈക്ക് കോർഡിനേറ്റഡ്. എസ്പെഷ്യലി ഡെംബെല്ലയുടെയൊക്കെ ഒരു അറ്റാക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് മെസ്മറൈസിങ് പെർഫോമൻസ് ആയിരുന്നു PSG-യുടെ വക. ഓൺലി ദാറ്റ് അവരുടെ ഗോൾ ലിസ്റ്റിൽ ഒന്നേ ആഡ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് മാത്രമുള്ളൂ സമാധാനം. ഇൻ ടേംസ് ഓഫ് ആസ്നൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കുറേ ചാൻസുകൾ ലൈക്ക് 2-3 ഗോൾസ് അടിക്കാനുള്ള ചാൻസുകൾ ആസ്നലിനുണ്ടായിരുന്നു. ബട്ട് അതും ആസ്നൽ ക്യാപിറ്റലൈസ് ചെയ്തില്ല ആസ് യൂഷ്വൽ. മാർട്ടിനെല്ലിയുടെ 1-on-1, ട്രൊസാർഡിന്റെ ആ 1-on-1 ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ഹാവ് ബറീഡ് ഇറ്റ് എന്ന് പറയാം. അത് ചെയ്തിട്ടില്ല. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എൻ ഓഫ് ഡേ ഫോർ ആസ്നൽ. പിന്നെ മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തോമസ് പാർട്ടെ ആ കളിയിൽ ഇല്ലായിരുന്നു എന്നത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു ഗെയിമിൽ. ഇഫ് തോമസ് പാർട്ടെ വാസ് ദെയർ, മിഡ്ഫീൽഡ് നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ വരുത്താൻ പറ്റും എന്ന് എനിക്ക് കളി കണ്ടപ്പോൾ തോന്നിയായിരുന്നു. പിന്നെ പറയാനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഒഡേഗാർഡ്സ് പെർഫോമൻസ് വാസ് പുവർ. പെർഫോമൻസ് ആണ്, പ്ലെയറിന്റെ ആ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹി വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. എന്തോ ഇഞ്ചറി കഴിഞ്ഞിട്ട് ഒഡേഗാർഡ് ഇതുവരെയായിട്ടും ഫോമിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ബിക്കോസ് കുറെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. കുറെ പാസുകൾ മിസ് ചെയ്യുന്നുണ്ട്. ബോൾ കൺട്രോൾ ഇല്ല. ആദ്യത്തെ 20 മിനിറ്റ്സിൽ ബോഡേഗാർഡ് ബോൾ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പിന്നെ ആ ഗെയിമിൽ സ്പാർക്കിംഗ് ലൈറ്റ് ആണ്ടത് വെന്നെവർ ആസ്നൽ ഗോട്ട് ദ ബോൾ, അല്ലെങ്കിൽ സാക്കയ്ക്ക് ബോൾ കിട്ടിയ ഓരോ സമയവും എന്തെങ്കിലും നടക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ റൈസ് ആസ് നമ്പർ 6 ആസ് യൂഷ്വൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ബട്ട് നമ്പർ 8-ലെ റൈസിന്റെ ആ പെർഫോമൻസ് കിട്ടാഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കുറെ ആ ഗെയിമിൽ കണ്ടായിരുന്നു. കാരണം റൈസ് നമുക്കറിയാം പണ്ട് നമ്പർ 8-ൽ സെറ്റ് ആയില്ലെങ്കിൽ ഇപ്പൊ നല്ല രീതിക്ക് സെറ്റായി വരുന്നുണ്ട്. ആ ഒരു ബേസിസിൽ റൈസിന്റെ പെർഫോമൻസ് വളരെയധികം നമുക്ക് മിസ്സായി. ബിക്കോസ് പാർട്ടയുടെ ആ ഒരു ബ്ലണ്ടർ കാരണം. ഇപ്പം ഫസ്റ്റ് ലെഗ് കഴിഞ്ഞിട്ട് ഈ 1-0 ബാക്കിൽ നിൽക്കുമ്പം റയൽ മാഡ്രിഡ് ആയിട്ടുള്ള ആ പാർട്ടിയുടെ ബ്ലണ്ടർ ഈവൺ മോർ എടുത്ത് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഈവൺ മോർ ബ്ലണ്ടർ ആയിട്ട് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PSG-യുടെ ടെക്നിക്കാലിറ്റി വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വി വർ നോട്ട് അറ്റ് ഓൾ മാച്ചിങ്. പക്ഷെ ആ ഒരു
ഫുൾ ഓൺ അറ്റാക്ക് ആണോ അവര് ലിവർപൂളിനെതിരെയും ആസ്റ്റൺ വില്ലയ്ക്കെതിരെയും ചെയ്തത്, അല്ലെങ്കിൽ ആ രീതിയിലാണോ നമുക്കെതിരെ കളിച്ചത്, അല്ലെങ്കിൽ കളിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവര് കുറച്ച് ബോൾ ഹോൾഡ് ചെയ്ത് സിറ്റ് ബാക്ക് ഒക്കെ ചെയ്തിട്ടാണ് കളിച്ചെങ്കിലും കൗണ്ടർ നോക്കി, അറ്റാക്ക് പോകുമ്പോൾ പോയിട്ടുണ്ടെങ്കിലും കൗണ്ടർ ഒക്കെ നോക്കി, അറ്റാക്ക് പേസ് ഇത്തിരി സ്ലോ ആയിരുന്നു, സെറ്റ് ചെയ്ത് കളിക്കാനൊക്കെ കുറെ നോക്കി. അപ്പം ഡിഫറൻസ് ഉണ്ടായി. ആ ലിവർപൂൾ ആസ്റ്റൺ വില്ല ഗെയിമിനനുസരിച്ച് കളിച്ചപ്പോ പോലെ അല്ല കളിച്ചത്. വിച്ച് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് ഇപ്പൊ തോമസ് പാർട്ടേ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലെഗിൽ ഒരു പ്രോമിസിങ് സിറ്റുവേഷൻ ആകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കൺസിഡറിങ് അതൊരു അവേ ലെഗ് ആണ്, പി എസ് ജിയുടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് വി ഹാവ് ടു ഡു എ കംബാക്ക്. നമുക്ക് ഓൾറെഡി പ്രഷർ ഉണ്ടാകും കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഗോൾ സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ ഐ ഹോപ്പ് ഇറ്റ് ഡസ് നോട്ട് ഗോ ഫോർ പെനൽറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണമെങ്കിലും കൺസീഡ് ചെയ്ത് അല്ലെങ്കിൽ സ്കോർ ചെയ്തിട്ട് പെനൽറ്റീസിലോട്ട് പോകരുത് എന്നാണ്. വി ഷുഡ് ഫിനിഷ് ദ ഗെയിം എന്ന് പറഞ്ഞാൽ 2-1 വിക്ടറിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ആ കളിയിൽ ടു റീച്ച് ദ ഫൈനൽസ്. അപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത് പി എസ് ജി ഇത്രയും സ്ട്രോങ് ആണ് എല്ലാം ആണെങ്കിലും ഇവിടെ ഈ ഒരു ഗെയിമിൽ ആർസണൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മെന്റാലിറ്റി ഷിഫ്റ്റ് കാണിക്കേണ്ട സമയമായി. ലൈക്ക് ഈ പറയുന്ന ഇത്രയും നാളൊരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു. നമുക്കൊരു ക്വാർട്ടർ ഫൈനലിൽ നിന്ന് കടന്നു പോകാനോ അല്ലെങ്കിൽ ഇമോഷണലി ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ഹെഡ്സ് ലൂസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അത് ഓവർകം ചെയ്ത് ആ ഗെയിമിൽ നല്ലൊരു ഡിഫറൻസ് വരുത്തണം അത്യാവശ്യമാണ് ആ ഗെയിമിൽ. കമ്പയർഡ് ടു എന്താ ബാക്കി ഗെയിംസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗെയിമിൽ നമുക്ക് കംബാക്ക് നടത്താൻ പറ്റും. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുവാണെങ്കിൽ കംബാക്ക് നടത്താൻ ഉള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇതില് ഓപ്ഷൻസ് ഇല്ലാണ്ടൊരു ഇതൊന്നുമില്ല. ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്, വെരി ഡിഫിക്കൾട്ട് ആയിരിക്കും. പക്ഷെ കൺസിഡറിങ് പി എസ് ജി കുറെ ചാൻസസ് മിസ് ചെയ്തു, അവർ സ്കോർ ചെയ്തില്ല എന്നൊരു സംഭവം ഉള്ളിടത്തോളം കാലം വി ക്യാൻ സ്കോർ. നമുക്ക് സ്കോർ ചെയ്യാം. നമ്മുടെ ചാൻസസ് നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കണം എന്നതാണ് ഇവിടുത്തെ അത്യാവശ്യം. കാരണം മാർട്ടിനെല്ലിക്ക് കിട്ടിയ ചാൻസ് ആണെങ്കിലും ട്രൊസാർഡിന് കിട്ടിയ ചാൻസ് ഒക്കെ ആണെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദ ഗെയിം വുഡ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇപ്പം നമ്മൾ നല്ല ഡിഫറൻസ് ഇപ്പം ചിന്തിക്കുന്ന രീതിയിലോ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഇപ്പം ആലോചിക്കുന്ന രീതിയിലോ ആയിരിക്കില്ല നമ്മൾ ഉണ്ടായിരുന്നേനെ. സോ അതൊരു വലിയ ഡിഫറൻസ് ആണ്. സോ എന്തായാലും അവേ ഗെയിം പോകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം ഹോമിൽ കിട്ടിയ പോലത്തെ ചാൻസസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഹോസ്റ്റൈൽ ക്രൗഡ് ആയിരിക്കും. ആഹ് പിന്നെ കമ്പയർഡ് ടു ആർസണൽ ക്രൗഡ്സ്, മറ്റേ അവരുടെ അവേ ക്രൗഡ് ആയിരുന്നു വേ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയായിരുന്നു ഇതിൽ. കാരണം സെമി ഫൈനലായിട്ട് സ്റ്റേഡിയത്തിൽ ഒരുമാതിരി 1-0 ഡൗൺ ആയി നിന്നപ്പോൾ തന്നെ ഫാൻസ് സത്യം പറഞ്ഞ ഫാൻസ് മൊത്തത്തിൽ ഡൗൺ ആയി, പ്ലേയേഴ്സിന് ഒരു ബൂസ്റ്റ് ഇല്ലാണ്ട് അവിടെ ഡെഡ് സിറ്റുവേഷൻ ആക്കി വെച്ചത് എനിക്ക് അത് ഭയങ്കര സാഡ് മൊമെന്റ്സ് ആണ് സത്യം പറഞ്ഞ. പ്ലേയേഴ്സ് ഇത്രയും കളിക്കുന്നതാണ്, വി ഷുഡ് ഗിവ് ദം സപ്പോർട്ട് എന്നുള്ള സീൻ ചെയ്യാണ്ട് കുറെ പേര് ഇറങ്ങി പോകുന്നു. കമ്പയർഡ് ടു ദാറ്റ് പി എസ് ജി ഫാൻസ് ഫുൾ സ്റ്റേഡിയത്തിൽ അവരായിരുന്നു ഷൈനിങ് ലൈറ്റ്സ് പോലെ ഫാൻസിന്റെ ഇടയിൽ. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. ചെറിയൊരു ക്രൗഡ് വെച്ച് തന്നെ അവര് ഇത്രയും നോയ്സും ഇത്രയും പ്രഷറും ചെയ്യാൻ പറ്റുമെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ദെയർ സ്റ്റേഡിയം അത് എന്തായിരിക്കും എന്ന് ഇപ്പൊ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്ന കാര്യം തന്നെ ഉള്ളൂ. ഫാൻസ് മാത്രമല്ല പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും അവിടെ പോകുമ്പം സെമി ഫൈനലാണ്, ബാക്കിലാണ്, 1-0 ഡൗൺ ആണെന്നുള്ള സിറ്റുവേഷൻ അവരുടെ മൈൻഡിൽ ഉണ്ടാവും. സോ ആഡഡ് പ്രഷർ ഓൾറെഡി പ്ലേയേഴ്സിന് ഉണ്ടാവും. അതെങ്ങനെ കോപ്പ് ചെയ്യും എന്നതാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ഒരു കാര്യം. ബേസിക്കലി ഇവിടെ ഹാവേർട്സ് വരുവോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഒരു ഇതില്ല, ഉറപ്പില്ല. തോമസ് പാർട്ടെ വരുന്നതാണ് മേജർ പോസിറ്റീവ്. പിന്നെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഒഡേഗാർഡ്. ഒഡേഗാർഡിന്റെ പെർഫോമൻസ് എന്തായാലും മാറ്റം വരുത്തിയേ പറ്റൂ. ഇറ്റ് ഈസ് ഹൈ ടൈം. ഇതിനിപ്പം സെമി ഫൈനലായിട്ട് പോലും ഒഡേഗാർഡ് ഒരു പെർഫോമൻസ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്വസ്റ്റ്യൻസ് ഹിസ് ക്യാപ്റ്റൻസി. ക്യാപ്റ്റൻസി കാരണമാണോ ഒഡേഗാർഡിന് ഇത്രയും പ്രഷർ വരുന്നതെന്ന് തന്നെ ഇപ്പം സംശയം വരുന്ന സിറ്റുവേഷൻ. കാരണം ബീയിങ് എ ക്യാപ്റ്റൻ ഹീ ഷുഡ് ലീഡ് ഫ്രം ദ ഫ്രണ്ട്. അത് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒഡേഗാർഡ് ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് പോലും ഒഡേഗാർഡിൽ നിന്ന് തന്നെ പെർഫോമൻസ് വരാതിരിക്കുമ്പോൾ ബാക്കി പ്ലേയേഴ്സിന് ഒരു പുഷ് കിട്ടുന്നില്ല.
സാധാരണ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റെപ്പ് അപ്പ് ആയിട്ട് ക്യാപ്റ്റൻ ചെയ്യുമ്പോൾ പ്ലേയേഴ്സിന് എക്സ്ട്രാ ബൂസ്റ്റ് അത് ഒഡേഗാർഡിൻ്റെന്ന് ലിറ്ററലി നമുക്ക് ആ കളിയിൽ കാണാൻ പറ്റിയിട്ടില്ല. സോ ബേസിക്കലി ഈ കളീനെ പറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ നമ്മൾ കൗണ്ടർ ചെയ്താലും നമ്മൾ പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് PSG-യുടെ സ്റ്റേഡിയത്തിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. സെയിം വേ അവിടെ ഇപ്പം അപ്പുറത്തെ സൈഡിലാണെങ്കിലും ഇന്റർ മിലാൻ ബാർസ ഗെയിമിൽ 3-3 ആണ് ആ ഗെയിം നിന്നേക്കുന്നത്. സോ അവിടെയും ഒരു ഡിസിഷൻ ആയിട്ടില്ല. സോ ഇറ്റ് ഈസ് സെമി ഫൈനൽ എന്നൊരു രീതിയിൽ രണ്ട് ഗെയിംസും സ്റ്റെപ്ഡ് അപ്പ്. ആസ് എൻ ആർസണൽ ഫാൻ നമുക്ക് വിഷമമാണ്. കാരണം 1-ൽ ലോസിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു വിഷമം ആർസണൽ ഫാൻസിന് എന്തായാലും ഉണ്ടാവും. സോ അത് കൺസിഡർ ചെയ്യുമ്പം വി ഷുഡ് സ്റ്റെപ്പ് അപ്പ് ഹൈലി. എന്തൊക്കെ വന്നാലും ഈവൻ ഈ മാർട്ടിനെല്ലീസ് ആണെങ്കിലും സാക്ക ആണെങ്കിലും പറയുന്ന ഒഡേഗാർഡ് ആണെങ്കിലും നല്ല നല്ല പെർഫോമൻസ് ലൈക്ക് ഹൈ എൻഡ് പെർഫോമൻസ് കൊടുത്തേ പറ്റൂ ഇൻ സെമി ഫൈനൽ. രണ്ട് ഗെയിം ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്യുക. ഇനി രണ്ടേ ഗെയിം ഉള്ളൂ, ലൈക്ക് വൺ സെമി ഫൈനൽ ആൻഡ് ഫൈനൽ. അത് രണ്ടും ജയിച്ചേ പറ്റൂ, ക്രൂഷ്യൽ ആണ് എന്നുള്ള രീതിയിൽ കളിച്ചാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻഡ് ഓഫ് ദ റോഡ് ടു ദ സെമി ഫൈനൽ. സെമി ഫൈനൽ കഴിഞ്ഞാൽ കഴിഞ്ഞു, ഈ സീസണിലെ പെർഫോമൻസ് കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും. സോ എന്താവും എന്ന് നമുക്ക് നോക്കാം. പിന്നെ എടുത്തു പറയാനുള്ളത് സ്കെല്ലിയുടെ പെർഫോമൻസ്. സ്കെല്ലി വാസ് ഔട്ട്സ്റ്റാൻഡിങ്. അറിയില്ല 17 വയസ്സുകാരൻ എന്താണ് ചെയ്യുന്നതെന്ന് തന്നെ സംശയമാണ്. കാരണം ഇത്രയും ഹൈ ലെവൽ ഗെയിംസിലൊക്കെ കൂളായിട്ട് ബോൾ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും ത്രൂ പാസസ് ഇടുന്നതാണെങ്കിലും ഡിഫെൻഡിങ് ആണെങ്കിലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അവൻ എങ്ങനെ ചെയ്യുന്നു എന്ന കാര്യത്തിൽ വളരെയധികം പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം ഹീസ് എൻ ആർസണൽ പ്ലെയർ. സോ അവൻ്റെയൊക്കെ ആ പെർഫോമൻസിന് ഒരു ഫ്രൂട്ട്ഫുൾനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് വിൻ, ലൈക്ക് ഒരു കംബാക്ക് നടത്തണം. ലൈക്ക് റയൽ മാഡ്രിഡ് ഗെയിമിൽ പറഞ്ഞ പോലെ വി ഷുഡ് ഡു എ റെമോട്ടാണ്ട ആ ഗെയിമിൽ സത്യം പറഞ്ഞു. സോ ഹോപ്പ്ഫുള്ളി ആർസണൽ പ്ലേയേഴ്സ് വിൽ ബി ബാക്ക് വിത്ത് എ ഗുഡ് പെർഫോമൻസ്. ലൈക്ക് സെമി ഫൈനലിൽ നല്ലൊരു പെർഫോമൻസ്, സെക്കൻഡ് ലെഗിൽ നല്ലൊരു പെർഫോമൻസ് കാണിച്ചിട്ട് കേറും എന്ന് പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. ഐ ഹാവ് നോട്ട് ലോസ്റ്റ് എനി ഹോപ്സ് ആസ് ഓഫ് നൗ. ഗെയിമിന് പേടിയുണ്ട്. ഫസ്റ്റ് ലെഗിൽ ഇല്ലാത്ത പേടിയാണ് ഇപ്പൊ സത്യം പറഞ്ഞ സെക്കൻഡ് ലെഗിൽ. ബട്ട് യാ, നമുക്ക് കേറാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഹോപ്പ്ഫുള്ളി വി വിൽ വിൻ ദ സെമി ഫൈനൽ ആൻഡ് ഗോ ത്രൂ. അപ്പം നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും ചാറ്റ് കമന്റ് സെക്ഷനിലും ഇടുക. ഷെയർ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ that's it for today, guys. Bye.